അടിയന്തരാവസ്ഥ തുലയട്ടെ, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നൊരു മുദ്രാവാക്യം പിന്നെ വളരെ പ്രസിദ്ധമായി. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണം നടത്തിയത് വിദ്യാർത്ഥികളാണ്. നേതൃത്വം കൊടുത്ത SFI ആണ്. ജനാധിപത്യത്തിന്റെ എല്ലാ വെളിച്ചവും കെട്ടപ്പോൾ വെളിച്ചമായവർ, എല്ലാ നാവും നിശബ്ദമാക്കപ്പെട്ടപ്പോൾ പ്രതിരോധത്തിന്റെ ശബ്ദവും മുഷ്ടിയും ഉയർത്തിയവരായിരുന്നു അടിയന്തരാവസ്ഥ പോരാളികൾ. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കറുത്ത ദിനങ്ങളുടെ 50ാം വാർഷിക ഓർമ്മകളിലാണ് നാം ഇപ്പോൾ. അടിയന്തരാവസ്ഥയ്ക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയതും അന്നത്തെ യുവത്വം തന്നെയായിരുന്നു. ആ സമരതീഷ്ണമായ നാളുകളുടെ ഓർമ്മകളെപ്പറ്റി സംസാരിക്കാൻ ഏറ്റവും അനിവാര്യനായ ഒരു വ്യക്തി തന്നെയാണ് ഇന്ന് കൈരളി ന്യൂസിനൊപ്പം ചേരുന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം M. വിജയകുമാർ. ആദ്യം തന്നെ ഇന്ദിര സർക്കാർ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് വിദ്യാർത്ഥികളെ തന്നെയായിരുന്നു. അക്കാലത്ത് പല വിദ്യാർത്ഥി സമരങ്ങളിലും അടിപതറി കോൺഗ്രസ് സർക്കാരിൽ താഴേക്ക് പതിക്കുന്ന ഒരു ഘട്ടത്തിലാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചതും അന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ തന്നെയായിരുന്നു. അപ്പോൾ ആ സമരതീഷ്ണമായ ഓർമ്മകളിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ആ ദിവസങ്ങളെപ്പറ്റി. 1975 ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അത് ഇന്ത്യൻ ജനാധിപത്യത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ആ അടിയന്തരാവസ്ഥ. ആ സന്ദർഭത്തിൽ ഞാൻ വിദ്യാർത്ഥിയാണ്, ഞാൻ ലോ കോളേജ് വിദ്യാർത്ഥിയായിരുന്നു. ആ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൽ ഏറ്റവും ശക്തമായ പ്രതികരണം നടത്തിയത് വിദ്യാർത്ഥികളാണ്. നേതൃത്വം കൊടുത്ത SFI ആണ്. സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെ വലിയ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 50ാം വർഷമാണ് ഈ വർഷം. ഇപ്പോൾ ഈ 50ാം വാർഷികത്തിൽ തന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് എല്ലാ വർഷവും വിദ്യാർത്ഥികൾ ഈ ദിനം ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്യാറുണ്ട്, ആചരിക്കാറുണ്ട് എല്ലാ വർഷവും. വെച്ചാൽ 1975, 76 മുതൽ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഇത്തവണ 50ാം വാർഷികത്തിൽ ഞങ്ങളിവിടെ വളരെ വിപുലമായിട്ടുള്ളൊരു പരിപാടി തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നുണ്ട്. കേരളമാകെയുണ്ട്, ഇന്ത്യയിലാകെ നടത്തുന്നുണ്ട്. CPIMൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. തിരുവനന്തപുരത്തെ പരിപാടിയിൽ ഇത്തവണത്തെ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് അടിയന്തരാവസ്ഥയിൽ തന്നെ ഞങ്ങളുടെ ഇതിനൊക്കെ പ്രകടനത്തിനൊക്കെ നേതൃത്വം നൽകിയ SFIയുടെ അന്നത്തെ സംസ്ഥാന പ്രസിഡൻ്റുണ്ട് MA ബേബി എന്ന് CPIMൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത്. MA ബേബിയാണ്. ആ സമ്മേളനത്തിൽ ഈ വരുന്ന 25-ന് ചേരുന്ന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ഇന്ത്യയിലെ ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ന്യൂസ് ക്ലിക്കിൻ്റെ പ്രബീർ പുർക്കായസ്തയാണ്. അത് പറയാൻ കാര്യം, അദ്ദേഹം ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്തെ പ്രഖ്യാപനത്തിൽ അടിയന്തരാവസ്ഥയിൽ JNU വിദ്യാർത്ഥി നേതാവായിരുന്നു. അന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ പോയ ആളാണ്. അതേ പ്രബീർ പുർക്കായസ്തയാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും അതേപോലെ തന്നെ മാധ്യമ വിലക്കിന് വിധേയനായി അദ്ദേഹം ജയിലിലായിരുന്നു. വളരെ കാലം ജയിലിൽ, ഇപ്പോൾ പുറത്തു വന്നിട്ടേ ഉള്ളൂ. അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് വന്ന് ഇതിൻ്റെ മുഖ്യ പ്രഭാഷകനായിട്ട് മാറുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് 25, 26-നൊക്കെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ പഠിപ്പ് മുടക്കുണ്ടായിരുന്നു. അതും അതിൻ്റെ പ്രതികരണമാണ്. പെട്ടെന്ന് തന്നെ പഠിപ്പ് മുടക്കുണ്ടായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസം എന്നെ അറസ്റ്റ് ചെയ്തു. MLA ഹോസ്റ്റലിൽ നിന്ന് വരുമ്പോൾ 25 അല്ല 26 രാവിലെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ വെച്ചു. ഇവിടെ കണ്ടോൺമെൻറ്റ് പോലീസിൽ വെച്ചു. അന്ന് മർദ്ദനം ഉണ്ടായില്ല എന്നേ ഉള്ളൂ. ഒരു ദിവസം ലോക്കപ്പിലായിരുന്നു. അടുത്ത ദിവസം എന്നെ റിലീസ് ചെയ്തു. അതിനുശേഷമാണ് ഞങ്ങൾ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടത്തണം. വിദ്യാർത്ഥികൾ പരസ്യമായി പ്രവർത്തിച്ചാൽ പിടിക്കും, അല്ലെങ്കിലും അറസ്റ്റ് ചെയ്യും. അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു പരിപാടിയാണ് ജൂലൈ 1 എല്ലാ വർഷവും വിദ്യാർത്ഥികൾ SFIയുടെ നേതൃത്വത്തിൽ അവകാശ പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. അവകാശ പ്രഖ്യാപനവും അവകാശ പത്രികയും ഗവൺമെൻറ്റിന് കൊടുക്കും. കാരണം വിദ്യാർത്ഥികളുടെ ആവശ്യമാണ്. എന്നാൽ ഇപ്പോഴോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അതും കൂടെ വച്ചുകൊണ്ടുള്ള ഒരു ദിവസം ഞങ്ങൾ ആചരിച്ചു. ജൂലൈ 1 അന്നാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ വിദ്യാർത്ഥികൾ SFIയുടെ നേതൃത്വത്തിൽ
അവിടെ സംഘം ചേർന്നിട്ട് അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള കേരളത്തിലെയും ഇന്ത്യയിലെയും ആദ്യത്തെ പ്രകടനം എന്ന് പറയാവുന്നതാണ് ആ പ്രകടനം. ജൂലൈ 1 ഇവിടുന്ന് യൂണിവേഴ്സിറ്റി കോളേജിൽ ആരും അറിഞ്ഞില്ല. സാധാരണ എന്ത് കാര്യമുണ്ടെങ്കിലും പോലീസിന് വിവരം കിട്ടുമല്ലോ. ഇത് പോലീസിന് പോലും ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് കൂട്ടമായിട്ട് വന്നാൽ നിരോധനാജ്ഞയുണ്ട്, പിടിക്കുമല്ലോ. ഒറ്റയ്ക്ക് എല്ലാവരും വന്നിട്ട് അവിടെ നിന്ന് പൊടുന്നനെ ഒരു പ്രകടനം യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ആ സ്പെൻസർ ഗേറ്റിൽ നിന്ന് പുറത്തിറങ്ങി മെയിൻ റോഡിൽ കൂടി AGS ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോയി. അതൊരു വലിയ ചരിത്ര സംഭവമാണ്. ആ പ്രകടനം തന്നെ ഞങ്ങൾ അടിയന്തരാവസ്ഥ തുലയട്ടെ, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്നൊരു മുദ്രാവാക്യം പിന്നെ വളരെ പ്രസിദ്ധമായി. കാരണം EMS ഒക്കെ അത് ഏറ്റെടുത്തു. അത് ആദ്യം മുഴക്കിയത് വിദ്യാർത്ഥികളാണ്, SFI ആണ്. അടിയന്തരാവസ്ഥ അറബിക്കടൽ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഞങ്ങൾ വിദ്യാർത്ഥികൾ ആവശ്യം പോലെയുണ്ട്. പക്ഷേ ഞങ്ങൾ ഇതിനെ ലംഘിക്കാൻ പോയത് കുറച്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ടാണ്, വളരെ ചുരുക്കം ആളുകളെ സെലക്ട് ചെയ്തുകൊണ്ടാണ്. ഞങ്ങൾ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിൽ ആ വേലുത്തുമ്പി നിലവയുടെ അവിടെ എത്തുമ്പോൾ അതുവരെ പോലീസ് അറിഞ്ഞില്ല. അപ്പോൾ പോലീസിന് വിവരം കിട്ടി. കണ്ടോൺമെൻറ്റിൽ നിന്നെല്ലാം ഒത്തിരി പോലീസ്, 4-5 വാഹനങ്ങളും പോലീസുമായിട്ട് വന്ന് ആ പ്രകടനത്തെ തല്ലി തകർക്കാൻ ശ്രമിച്ചു. കുറേ തല്ലുമുണ്ട്. എന്നിട്ട് 24 പേരെ അറസ്റ്റ് ചെയ്തു. ആ അറസ്റ്റ് ഞങ്ങളൊക്കെയാണ് അറസ്റ്റ് ചെയ്തത്. എന്നോടൊപ്പം തന്നെ MA ബേബിയുണ്ട്. അതേപോലെ പിൽക്കാലത്ത് പാർട്ടിയുടെ മന്ത്രിയൊക്കെ ആയിരുന്ന G സുധാകരനുണ്ട്. അവിടെ ഇട്ട് മർദ്ദിച്ചു. കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി CH മേനോനും ആഭ്യന്തരമന്ത്രിയാണ് K കരുണാകരൻ. അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട് അവർ അറസ്റ്റ് ചെയ്തോ, ഇവരെന്ത് ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ട് പറയുന്നത് ഞങ്ങൾക്ക് വയർലെസ്സിൽ കേൾക്കാം. അവരിപ്പോഴും മുദ്രാവാക്യം വിളിക്കുകയാണ്. അറസ്റ്റ് ചെയ്തതിന് ശേഷവും വിളിക്കുന്നുണ്ട്. ലോക്കപ്പിൽ കൊണ്ടുവന്ന് കണ്ടോൺമെൻറ്റ് അവിടെയും മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, അടിയന്തരാവസ്ഥ തുലയട്ടെ. ഇതാണ്. അപ്പോൾ അവരെ ശരിക്കൊന്ന് പഠിപ്പിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങളെ അവിടെ കൊണ്ടുപോയതിനു ശേഷം ഞങ്ങളെ ഭീകരമായിട്ട് മർദ്ദിച്ചു. അതാണ് ഏറ്റവും വലിയ മർദ്ദനം. നേരത്തെയുള്ള റോഡിലുള്ള മർദ്ദനം വലിയ മർദ്ദനമല്ല, അത് വലിയ കുഴപ്പമില്ല, ലാത്തി കൊണ്ടൊക്കെയല്ല. ഇത് ഒറ്റയ്ക്ക് ഓരോരുത്തരെയും വിളിച്ചിട്ട് മർദ്ദിച്ചു. അതിലാദ്യം 24 പേരെ മർദ്ദിക്കാൻ 3.5 മണിക്കൂർ സമയമെടുത്തു. ഞാൻ വാച്ച് നോക്കുന്നുണ്ട്. 3.5 മണിക്കൂർ സമയമെടുത്ത് ഓരോരുത്തരെയായിട്ട് ഭീകരമായിട്ട്. ആദ്യം മർദ്ദിച്ചത് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു G സുധാകരൻ, അദ്ദേഹത്തെയാണ്. പിന്നെ ഓരോരുത്തരെയായിട്ട് മർദ്ദിച്ചതിന് ശേഷം അവിടെ ഇട്ടു. DIR അനുസരിച്ച് കേസെടുത്തു. മിസയല്ല, DIR ആണെങ്കിൽ കോടതി പോവാം. അങ്ങനെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ ഹാജരാക്കി. രാത്രി മജിസ്ട്രേറ്റ് പറഞ്ഞു, രാത്രിയൊന്നും വിദ്യാർത്ഥികളെയൊന്നും ഇവിടെ കൊണ്ടുവരണ്ട, നിങ്ങൾ പകൽ കോടതിയിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളെ തിരിച്ച് കണ്ടോൺമെൻറ്റിൽ കൊണ്ടുവന്നു. വീണ്ടും തല്ലി. അടുത്ത ദിവസം ഞങ്ങളെ അവിടെ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ജയിലിൽ. ആദ്യം അട്ടക്കുളങ്ങര സബ് ജയിലുണ്ട് അട്ടക്കുളങ്ങര, അവിടെ കൊണ്ടുപോയി. പിന്നീടാണ് കോടതിയിലൊക്കെ കേസ് വന്നതിന് ശേഷം ഞങ്ങളെ ശിക്ഷിച്ചു 4 മാസത്തേക്ക്. വിദ്യാർത്ഥികളായതുകൊണ്ട് ശിക്ഷ കുറവാണ്, അല്ലെങ്കിൽ കൂടുതൽ കിട്ടും. 4 മാസത്തേക്ക് ശിക്ഷിച്ച് പൂജപ്പുര സെൻട്രൽ ജയിലിൽ കൊണ്ടുപോയി. പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ജയിലിലോ ഒക്കെ നമ്മുടെ നേതാക്കൾക്ക് വരാൻ തന്നെ പറ്റില്ല എന്ന് വന്നാൽ അവരും കേസിൽ പ്രതിയാവും, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും. പോലീസ് സ്റ്റേഷനിലൊക്കെ വന്ന ഏക വ്യക്തി വർക്കല രാധാകൃഷ്ണൻ, MP ആയിരുന്ന വക്കീലാണ്, വർക്കല രാധാകൃഷ്ണനാണ്. അദ്ദേഹമാണ് ഞങ്ങളുടെ കേസൊക്കെ നടത്തിയത്. പിന്നെ ജയിലിൽ കൊണ്ടുപോയതിനു ശേഷം EMSഉം AKGയും ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ഞങ്ങളെ കണ്ടു. അതാണ് ആദ്യത്തെ അനുഭവം അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ടുള്ള. അത് ഇവിടെ മാത്രമല്ല, അതിനുശേഷം എല്ലാ കേന്ദ്രങ്ങളിലും സ്ഥാപനങ്ങളിലും ക്യാമ്പസുകളിലും എല്ലാം വിദ്യാർത്ഥികളുടെ പ്രകടനങ്ങളുണ്ടായിട്ടുണ്ട്, പ്രചാരവേലകൾ സംഭവിച്ചിട്ടുണ്ട്. പരസ്യമായി പ്രവർത്തിക്കാൻ നിവൃത്തിയില്ല. ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ സെക്രട്ടറി ഇല്ലല്ലോ, ജയിലിലായി. അപ്പം ഞാൻ ജോയിൻറ്റ് സെക്രട്ടറിയാണ്, ഞാൻ ആക്ടിങ് സെക്രട്ടറിയായി. ഞങ്ങൾ MA ബേബി ഞങ്ങളെല്ലാം ഇതൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ പിന്നെ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോയി. എല്ലായിടത്തും ശക്തമായിട്ടുള്ള പ്രവർത്തനം. അന്ന് SFI ആണ്, വിദ്യാർത്ഥികൾ ആണ് ഏറ്റവും കൂടുതൽ അതിനെതിരെ പ്രതിഷേധിച്ചതും പ്രതികരിച്ചതും വന്നത് കാരണം. ഞങ്ങളൊരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ട്രിവാൻഡ്രത്ത് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. അതാണ് SFIയുടെ പഠന ക്യാമ്പ്. ജില്ലകളിൽ പഠന ക്യാമ്പ് നടത്തും എല്ലാ വർഷവും. 250 വിദ്യാർത്ഥി ലീഡേഴ്സിനെ വിളിച്ചൊരു പഠന ക്യാമ്പ് എല്ലാ വർഷവും മുമ്പ് ചെയ്യുന്നു. 2 ദിവസത്തെ ക്യാമ്പായിരുന്നു. ആ ക്യാമ്പ് 1 ദിവസം കഴിഞ്ഞപ്പോൾ
രാത്രി 2 മണിക്ക് പോലീസ് വന്ന് റൗണ്ടപ്പ് ചെയ്ത് ഞങ്ങളെയൊക്കെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഇവിടെ നക്സലൈറ്റിൻ്റെ ക്ലാസ്സാണ് റിപ്പോർട്ട്. കാരണം കോൺഗ്രസ്സുകാർ അറിയുമല്ലോ, ഞങ്ങൾ വരുന്ന കൂടുന്നൊക്കെ നാട്ടുപുറമല്ലേ, കോൺഗ്രസ്സുകാർ ഒറ്റുകൊടുത്തു. നക്സലൈറ്റ് തന്നെ, നക്സലൈറ്റ് വേട്ട നടക്കുന്ന ഒരു സമയമാണ് കേരളത്തിൽ. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയും ജയറാം പടിക്കലാണ് അന്നത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ മേധാവി. നക്സലൈറ്റാണെന്ന് പറഞ്ഞു പിടിച്ചു. കാട്ടാക്കടയിൽ കൊണ്ടുപോയി അവിടെ ഇട്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അടുത്ത ദിവസം കൂടെ ഉണ്ടായിരുന്നവരെയൊക്കെ റിലീസ് ചെയ്തിട്ട് എന്നെ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അവിടെ കാട്ടാക്കട ലോക്കപ്പിൽ നിന്ന് പോലീസ്, ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പോലീസ് ക്രൈംബ്രാഞ്ച് വന്ന് എന്നെ അറസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നു. ട്രിവാൻഡ്രത്ത് എനിക്ക് എവിടെയാണെന്ന് അറിയില്ല. കൊണ്ടുവന്ന സ്ഥലമെന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നൊരു സ്ഥലമാണ്. ശാസ്തമംഗലത്തെ ഇപ്പോൾ കക്കയം ക്യാമ്പ്, തിരുവനന്തപുരത്തെ കക്കയം ക്യാമ്പ് എന്നാണുള്ള പേരിൽ അറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട്. സൂര്യ TV-യുടെ ആസ്ഥാനമായിരുന്നു. അവിടെയാണ് കൊണ്ടുവന്നത്. എന്നെ കൊണ്ടുവന്നപ്പോൾ അധികം പോലീസൊന്നുമില്ല. ഇതുപോലൊരു ഹാളിലാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. 2-3 നിലയുള്ള വലിയ കെട്ടിടമാണ്. എന്നെ കൊണ്ടുവന്ന ഹാളിൻ്റെ ഒരു സൈഡിൽ ഒരു കട്ടിൽ കിടക്കുകയായിരുന്നു. ആ കട്ടിലിൻ്റെ ഒരു കാലിൽ ഒരു കുട്ടിയെന്നല്ല, ചെറുപ്പക്കാരൻ ചങ്ങലക്കിട്ട് തറയിലിരുത്തിയിരിക്കുക. അവശനായിരിക്കുക. എന്നെ നോക്കാൻ തന്നെ അയാൾക്ക് കഴിയുന്നില്ല. ഇങ്ങനെ ഇരിക്കുന്നൊരു, അങ്ങനെയാണ് അയാളെ കാണുന്നത്. എനിക്കാരെന്നറിയില്ല. അത് ഞാൻ പറയുന്നത് പിന്നീട് കേരളം മുഴുവൻ അറിഞ്ഞു. ഈ ഈശ്വരവാര്യയുടെ മകൻ കോഴിക്കോട് രാജനല്ലേ, രാജനെ പോലെ ഈ പോലീസ് കൊല ചെയ്ത വർക്കല വിജയനാണ് ഈ യുവാവെന്ന് എനിക്ക് പിന്നീട്, എനിക്കപ്പോൾ അറിയില്ലല്ലോ, ഞാൻ ചോദിച്ചിട്ടൊന്നും ആരും പറയുന്നില്ല ഇതാണെന്നുള്ളത്. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ 2 ദിവസമായിട്ട് അവിടെ കിടന്നു. അവിടെ വെച്ചായിരുന്നു അയാളെ കൊല ചെയ്തത്. അയാളെ ബോഡി പോലും കിട്ടിയിട്ടില്ല. ഇപ്പോൾ രാജൻ്റെ ബോഡി കിട്ടിയിട്ടില്ലല്ലോ, ഇപ്പോഴും കിട്ടിയിട്ടില്ല. അതേപോലെയായിരുന്നു വർക്കല വിജയൻ്റെ കേസ്. അവിടെ ഇതിൽ ഒരു ടേബിൾ ഉണ്ടായിരുന്നു ആ ഹാളിൽ. ആ ടേബിളിൻ്റെ പുറത്തൊരു പോലീസ് ഓഫീസർ ഇരിക്കുകയാണ്. ടേബിളിൻ്റെ കസേരയില്ല, ടേബിളിൻ്റെ പുറത്ത്. എന്നിട്ട് കാലും പുറത്ത് വെച്ച്, ഒരു കാലിൻ്റെ മേളിൽ വെച്ചിട്ട് അതും എനിക്ക് അന്നറിയില്ലായിരുന്നു. അതായിരുന്നു ജയറാം പടിക്കൽ. അദ്ദേഹത്തിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയാണ് എന്നെ കൊണ്ടുവന്നത്. അവിടെ നിന്ന് കൊണ്ടുവന്നത് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തു. ഞാൻ പറഞ്ഞു SFI ആണ്, ഞങ്ങൾ നക്സലൈറ്റില്ല, SFI ആണ് ഞങ്ങൾ, എല്ലായിടത്തും ഉണ്ട്, ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ പ്രവർത്തനം നിർത്തിയിട്ടൊന്നുമില്ല, ഞങ്ങൾ പഠന ക്യാമ്പ് നടത്തിയതാണ്. ആരാ നടത്തിയത്? അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ നടത്തിയത്. അവിടെ വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്നെ വളരെ നേരം, ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്തു. ക്വസ്റ്റ്യൻ ചെയ്ത് അവിടെ ഇട്ടു. എന്നെ പിന്നെ അടുത്ത ദിവസം നക്സലൈറ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് മോചിപ്പിച്ചു. കേരളത്തിൽ അടിയന്തരാവസ്ഥയ്ക്കെതിരായിട്ട് ഏറ്റവും അധികം പീഡനം ഏറ്റുവാങ്ങിയ നേതാവെന്ന് പറയുന്നത് ഇന്നത്തെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയനാണ്. പക്ഷേ ആ KSU അടിയന്തരാവസ്ഥയ്ക്ക് കൂട്ടുനിന്നെന്ന് മാത്രമല്ല, വിദ്യാർത്ഥികളെതിരെ ജയിലിൽ കിടന്നുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ നിർദ്ദേശങ്ങൾ നൽകാറുണ്ടായി. ആ കത്തിൽ കോഡ് വാക്കുകൾ ചേർക്കും. ഇങ്ങനെയുള്ള കോഡ് ഭാഷകൾ വരെ ഉപയോഗിച്ചുകൊണ്ട്